നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലേ, ഓരോ കമ്പനികൾ വേറെ കമ്പനി അക്വയർ ചെയ്യാൻ പോവുകയാണെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുള്ള പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിർത്തലാക്കാൻ പോവുകയാണെന്നൊക്കെ ന്യൂസിലും അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. സോ ഈ കമ്പനികളൊക്കെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഇവർ അനലൈസ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇനി ഭാവിയിലും ഇത് നല്ല ക്യാഷ് റിട്ടേൺ തരുമോ, അതോ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തണോ, അതോ ഇനി എന്താ ചെയ്യേണ്ടത്, ചുമ്മാ ഉള്ള സ്റ്റോക്ക് തന്നെ മതിയോ എന്നൊക്കെ നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഡിസൈഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് പല മെത്തേഡുണ്ട് ഇതിൽ നോക്കാനായിട്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCG മെട്രിക്സ് പറഞ്ഞൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് 1970s ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കമ്പനിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ബ്രൂസ് ടി ഹെൻഡർസൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് BCG മെട്രിക്സ്, അല്ലെങ്കിൽ ഇതിന് നമുക്ക് ബോസ്റ്റൺ ബോക്സ് എന്നും ഇത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. സോ എന്താണ് ഈ BCG മെട്രിക്സ്, ഇത് എങ്ങനെയാണ് ഒരു കമ്പനികൾ അനലൈസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ BCG മെട്രിക്സ്. ഇവിടെ നിങ്ങൾക്ക് മേലെ റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും ലെഫ്റ്റ് സൈഡ് മാർക്കറ്റ് ഗ്രോത്തും കാണാൻ പറ്റും. അതായത് താഴെന്ന് മേലേക്ക് പറഞ്ഞ മാർക്കറ്റ് ഗ്രോത്തും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും. ഇവിടെ ഇപ്പോൾ ഓരോ പിക്ചറും നമുക്ക് ഓരോ കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു സ്റ്റാറിൻ്റെ എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഗ്രോത്തും കൂടുതലെന്ന് കാണാൻ പറ്റും, അതുപോലെ മാർക്കറ്റ് ഷെയറും കൂടുതലാണെന്ന് കാണാൻ പറ്റും. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്, ഇതിന് ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്താലും ഇത് നമുക്കൊരു ലോങ് ടേം സക്സസ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കി തരിക. ഇതിന് പൊതുവേ ബിൽഡ് സ്ട്രാറ്റജി എന്നും പറയാറുണ്ട്. ഇനി അടുത്ത ചിത്രമാണ് നമ്മുടെ കൗ. ഇത് പിക്ചർ പോലെ തന്നെ ഇതിന് നമ്മൾ ക്യാഷ് കൗ എന്നാണ് പറയാം. ഇവിടെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് ഗ്രോത്ത് കുറവും റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ കൂടുതലാണെന്ന്. അതായത് ഇവിടെ ഒരു ഡിക്ലൈനിങ് ഇൻഡസ്ട്രിയാണിത്. സോ ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് ഇത് നോക്കിക്കൊണ്ടുപോകാൻ അത്ര ലാഭകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. കിട്ടണത് വരെ നമുക്കിത് കൊണ്ടുപോകാം. അല്ലാതെ വീണ്ടും ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ്. സോ മാക്സിമം ഇതിന് കിട്ടുന്നത്ര ഊറ്റിയെടുക്കുക, അതാണ് ഈ ക്യാഷ് കൗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഡോഗ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റിലേറ്റീവ് മാർക്കറ്റ് ഷെയറും കുറവാണ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഗ്രോത്തും കുറവാണ്. സോ ഇവിടെ മീൻ ചെയ്യുന്നത് ഇതിലേക്ക് ഇനി പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് എന്തായാലും വേസ്റ്റാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എക്സ്പെൻസീവ് ആയിരിക്കും. സോ ആ ടൈമും എഫേർട്ടും മണിയൊക്കെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന് പൊതുവേ പറയാനുള്ളത് ഡൈവേഴ്സ് സ്ട്രാറ്റജി എന്നാണ്. കാരണം ഇത് ഒഴിവാക്കി വിടുക, ഇനി ഇതിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഇതിന് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്ത സംഭവമാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഗ്രോത്ത് കൂടുതലും റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ കുറവാണെന്ന് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ തന്നെ നമ്മൾക്കിതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഒരു ഉറപ്പുമില്ല. ഇതെല്ലാം നമ്മൾ പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുടെ ഡിസിഷനാണ്. നമുക്ക് വേണമെങ്കിൽ നല്ല റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാം. സോ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസിഷനൊക്കെ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ മാത്രമായിരിക്കും. ഇപ്പം നല്ലോണം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം കണ്ടാലും ചിലപ്പോൾ അവർ മുന്നോട്ട് പോകും. അല്ലാത്തവർ ചിലപ്പോൾ ഇതൊന്ന് പിന്മാറാനും ചാൻസ് ഉണ്ട്. സോ ഇതിനെ മെയിനായിട്ട് പറയുന്നത് ഹാർവസ്റ്റ് സ്ട്രാറ്റജി എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. കാരണം നമ്മൾ ഫ്യൂച്ചറിൽ കൊയ്തെടുക്കും എന്നുള്ള ബേസിലാണ് അങ്ങനെ പേര് വന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് BCG മെട്രിക്സ്. ഇതിൽ നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കാണെങ്കിലും എല്ലാം അതിൻ്റെ ഒരു ആ പിക്ചറിൽ തന്നെ എല്ലാത്തിൻ്റെയും മീനിങ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർ നോക്കുകയാണെങ്കിലും അതായത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, സൂപ്പറായിട്ട് നിൽക്കുന്നു എന്നുള്ള ബേസിലും സ്റ്റാർ നിൽക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്യൂച്ചർ എന്താവെന്ന് അറിയില്ല, അതൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിനും കാണാം. ക്യാഷ് കൗവിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതിലാണ് അവിടെ ക്യാഷ് കൗ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഡോഗിൻ്റെ കാര്യം മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തിനാണ് ഡോഗിനെ അവിടെ കൂടെ നിർത്തിയെന്ന് എനിക്കെന്തായാലും മനസ്സിലായിട്ടില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടി മനസ്സിലാക്കായിരുന്നു. അപ്പോൾ അത്ര തന്നെ ഈ BCG മെട്രിക്സിൽ പറയാനുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു സിമ്പിളാക്കി വെച്ചാണ്. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. സോ കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.